ഇത്തവണ ആലപ്പുഴ വയലാറിൽ കോൺഗ്രസ് മത്സരരംഗത്തേക്ക് ഇറക്കുന്ന ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിയെയാണ് ട്രാൻസ്ജെൻഡർ കോൺഗ്രസ് സംസ്ഥാന രക്ഷാധികാരി അരുണിമ എം ആണ് ഇത്തവണ കോൺഗ്രസിനായി ജനവിധി തേടുന്നത്. അരുണിമ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഒരു വലിയ ഉത്തരവാദിത്വം, അതിപ്പം വലിയൊരു പോരാട്ടം, അതിനൊക്കെ ഒരു വിജയം എന്നോണം ഈ സ്ഥാനാർത്ഥിത്വത്തെ കാണാല്ലേ? തീർച്ചയായിട്ടും ഒരു ന്യൂനപക്ഷ സമൂഹത്തെ തന്നെ അത്രത്തോളം അംഗീകരിച്ചുകൊണ്ടാണ് പാർട്ടി ഇത്രത്തോളം ഒരു നടപടി സ്വീകരിച്ചിരിക്കുന്നത്. നമുക്കറിയാം, നവോത്ഥാനം പറയുന്ന, ചേർത്ത് പിടിക്കൽ പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇവിടെയുണ്ട്. എന്നാൽ അവരൊന്നും കാണിക്കാത്ത തരത്തിലേക്ക് കോൺഗ്രസ് അവരെ ചേർത്ത് പിടിക്കുന്നു. ഇത്തരത്തിലുള്ള മനുഷ്യരെ ചേർത്ത് പിടിക്കുന്ന ഒരു രീതി വളരെയധികം സ്വാഗതാർഹമാണ്. അതുപോലെ തന്നെ വളരെയധികം സന്തോഷം നിറഞ്ഞതാണ്. ഇതൊരു ചരിത്രമാണ്. കാരണം കേരളത്തിൽ ഇങ്ങനെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി UDFന്റെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുക എന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങളുടെയും ഞങ്ങളെ പരിഹസിച്ച എല്ലാ ആളുകൾക്കുമുള്ള ഒരു മറുപടിയായി തന്നെയാണ് കാണുന്നത്. കാരണം ഞങ്ങളും ഈ സമൂഹത്തിന്റെ ഭാഗമാണ്. ഞാനൊക്കെ സംഘടനാ രാഷ്ട്രീയമായി നടന്നിട്ട് ഇത്തരത്തിലൊരു മത്സര രംഗത്തേക്ക് വരുമെന്ന് ആഗ്രഹിച്ച ഒരാളൊന്നുമല്ല. നമുക്ക് പൊതുപ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനവും ഒക്കെ ആയി സജീവമായി ട്രാൻസ്ജെൻഡർ കോൺഗ്രസിന്റെ പ്രഥമ സംസ്ഥാന പ്രസിഡന്റായിരുന്നു, ട്രാൻസ്ജെൻഡർ കോൺഗ്രസിന്റെ രക്ഷാധികാരിയാണ്, KPCC അംഗമാണ്, KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നീ പദവികളിലെല്ലാം വളരെ സജീവമായി പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പം തിരഞ്ഞെടുപ്പ് മുന്നോട്ട് വന്നപ്പോൾ വിവിധങ്ങളായിട്ടുള്ള ട്രാൻസ്ജെൻഡർ മനുഷ്യർക്ക് ഇത്തരത്തിൽ കോൺഗ്രസ് അവസരം നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പൊ ആദ്യം എന്നോട് എന്റെ പേര് ഇങ്ങനെ നിർദ്ദേശിച്ചപ്പോൾ എനിക്ക് ആദ്യം ഒരു ഉള്ളില് ഭയമുണ്ടായിരുന്നു. നമ്മളേക്ക് ഇങ്ങനെ നേരിടുന്നത് എങ്ങനെയാണ്, മുഖ്യധാരയിലേക്ക് എങ്ങനെ ജനങ്ങളെടുക്കും എന്നുള്ളതൊക്കെ. അപ്പം എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് പല്ലവി, ട്രാൻസ്ജെൻഡർ കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആണ്. അവള് ഒത്തിരി കൂടെ നിന്നു, സഹായിച്ചു. അതുപോലെ ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട്. എല്ലാവരും ചേർന്ന് നിന്നു, ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി അങ്ങനെ സ്ഥാനാർത്ഥിത്വത്തിൽ എത്തി. പറയുന്നത് പോലെ ഒരു കമ്മ്യൂണിറ്റിയെ രാഷ്ട്രീയത്തിനപ്പുറം ഒരു കമ്മ്യൂണിറ്റിയെ കൂടിയാണ് പ്രതിനിധീകരിക്കുന്നത്. അപ്പം അതിന്റെ കൂടി ഉത്തരവാദിത്തമുണ്ട്. അതിന്റെ ഒരു വിജയം പ്രതീക്ഷിക്കുന്നുണ്ടല്ലേ? കമ്മ്യൂണിറ്റി എന്നുള്ളത് രണ്ടാമതാണ്. ഞാൻ സ്ത്രീ എന്ന നിലയിലാണ് അവിടെ മത്സരിക്കുന്നത്. എന്റെ ആധാറും വോട്ടർ ഐഡിയും എന്റെ വോട്ടർ പട്ടികയിലെ പേരുൾപ്പെടെ ഒരു സ്ത്രീയാണ്. ഞാൻ സർജറി എല്ലാം കഴിഞ്ഞ ഒരു സ്ത്രീയാണെന്ന് അവകാശപ്പെടുന്ന സ്ത്രീയാണ്. അപ്പം എനിക്ക് സ്ത്രീകൾക്കും അവിടെ ഉള്ള പൊതുജനങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുക, അവരെ സേവിക്കുക എന്നുള്ളത് മാത്രമാണ് എന്റെ ലക്ഷ്യം. ഇടത് കോട്ടയാണ് അവിടെ. ഇപ്പം രാഷ്ട്രീയം പറയുമ്പോൾ ഇടത് കോട്ടയാണ്. കഴിഞ്ഞ തുടർച്ചയായി LDF ജയിക്കുന്ന ഒരു ഡിവിഷനാണ്. അപ്പം അവിടത്തേക്കുള്ളൊരു എങ്ങനെയാണ് മത്സരം, എങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടാവുക? ഇടത് കോട്ട ഇത്തോണെ അവിടെ ചെന്നിച്ചതറും. ഇവിടെ CPIയുടെ നേതാക്കന്മാരൊക്കെ പന്നൻ രവീന്ദ്രനൊക്കെ വന്ന് റോട്ടിയിരുന്ന് തേരാപ്പാരം വായി നോക്കിയിരുന്ന് ചായയും കുടിച്ചിട്ട് പോകുന്ന രീതിയൊക്കെ ഈ ഒരു വർഷം ഞങ്ങളത് പൊളിച്ചടുക്കി കൊടുക്കും. കാരണം ഈ വയലാറ് എന്റെ ഡിവിഷനിലെ പണിക്കവീട് സ്കൂളിലേക്ക് പോകുന്ന റോഡ്, ആ കുണ്ടും കുഴിയൊക്കെ കാണാം. ആ കുണ്ടും കുഴിയിൽ നമുക്ക് വേണമെങ്കിൽ വാഴ വരെ വെച്ച് പിടിപ്പിക്കാം. ഈ CPIയുടെ അല്ലെങ്കിൽ രക്തസാക്ഷി ദിനം വരുമ്പോൾ മാത്രം റോഡൊക്കെ ശരിയാക്കുന്ന ഒരു സമ്പ്രദായമാണ്. പിണറായി വിജയനെ അനുകരിച്ചുകൊണ്ട് അങ്ങോട്ട് വന്നാൽ ഇത്തവണ അത് ചുരുട്ടിക്കൂട്ടി മടക്കിക്കൂട്ടി പോക്കറ്റിലേക്ക് തിരിച്ചു വെക്കാനുള്ള ഒരു പരിപാടിയിലേക്കാണ് ഞങ്ങൾ കാണുന്നത്. ശക്തമായ പ്രചരണം നടക്കുമെന്ന് ഉറപ്പാണ്. തീർച്ചയായിട്ടും ഒരു മാറ്റം അനിവാര്യമാണ്. ജനങ്ങൾ ഇതൊക്കെ കാണുവാണ്. ജനങ്ങൾ മണ്ടന്മാരല്ല. ഈ സ്വർണ്ണക്കള്ളക്കടത്തും അതുപോലെ തന്നെ നമ്മളെല്ലാവരും മതവിശ്വാസികളാണ്, ഈശ്വരനെ വിശ്വസിക്കുന്നത്. ശബരിമലയിലെ കൊള്ള, ഇതെല്ലാം പിണറായി വിജയന്റെയും ഈ LDFകാരും അല്ലേ ഇതെല്ലാം കൊണ്ടുപോകും അവിടെ ഡിവിഷനിൽ ചർച്ച ചെയ്യാം. തീർച്ചയായിട്ടും എനിക്കെതിരെയുള്ള എന്റെ പ്രിയപ്പെട്ട എന്റെ എതിർകക്ഷി CPIയുടെ നേതാവ് കൂടിയായിട്ടുള്ള അവര് കൃത്യമായി അവരെ കൊണ്ട് ഞാനിതിന് മറുപടി പറയിക്കും. അത് മാത്രമല്ല, ഈ ചേർത്തല എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ മന്ത്രിയായിട്ടുള്ള P. പ്രസാദ് അവിടുത്തെ മന്ത്രിയാണ്. ഈ മന്ത്രിയുടെ മണ്ഡലത്തിൽ ഈ ഡിവിഷൻ ഉൾപ്പെടുന്ന ഡിവിഷനാണ്. മന്ത്രി CPI ആണ്, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡിവിഷനാ. എന്ത് വികസനം അവിടെ ഉണ്ടായിട്ടുള്ളത്? വികസനവും ഇത്തരം രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ തന്നെ സജീവമായി ചർച്ചയാക്കാൻ തന്നെയാണ് തീരുമാനം. തീർച്ചയായിട്ടും വികസനമല്ലേ വേണ്ടത്. സ്വന്തം വീട് വലുതാക്കി കെട്ടിപ്പൂടിയിട്ട് വല്ല ആവശ്യമുണ്ടോ? നമ്മുടെ വികസനം ആ നാട്ടിലെ നാട്ടുകാർക്കും പാവപ്പെട്ടവർക്കും പട്ടിണി പാവങ്ങൾക്കും ഒക്കെ എന്ത് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതിന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇത്രയും വർഷം കട്ടുമുടിച്ച് ഭരിച്ചു. ഈ ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ആകട്ടെ എന്ത് വികസന പ്രവർത്തനമാണ് ഇവർ നടത്തുന്നത്. അപ്പൊ അതിനൊരു മാറ്റം വരണമെങ്കിൽ അവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടാകണം, UDF ഭരണം. അപ്പം എന്റെ ഡിവിഷനിൽ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അവിടെ വയലാറുള്ള ആളുകളെല്ലാം ചേർത്തലയിലാണ് ഹോസ്പിറ്റലിൽ വരുന്നത്. ചേർത്തലയെ നമുക്കറിയാം, ആശുപത്രിയിൽ എന്ത് പുരോഗമതിയാണുള്ളതെന്ന് നമ്മൾ ചിന്തിക്കണം. അപ്പൊ എന്റെ ഡിവിഷനിൽ ഒരു ആശുപത്രി, അതെന്റെ ഒരു സ്വപ്നമാണ്. ഞാൻ ജയിച്ച ഉറപ്പായിട്ടും ഒരു ആശുപത്രി സ്ഥാപിക്കും സർക്കാരിനോട് ആവശ്യപ്പെട്ടുകൊണ്ട്. അതുപോലെ തന്നെ അവിടെ വിദ്യാഭ്യാസ രംഗത്ത് നിൽക്കുന്ന സ്കൂളുകളും നല്ലതാണെങ്കിൽ പോലും കുറച്ചുകൂടി മെച്ചപ്പെടുത്തും. തൊഴിലവസരങ്ങൾ എല്ലാവർക്കും തുല്യമായിട്ടുള്ള രീതിയിൽ
നടപ്പിലാക്കും. പിന്നെ എന്റെ മേഖലയിൽ, എന്റെ ഡിവിഷനിൽ ഒരു സുരക്ഷിതമായി എല്ലാവർക്കും ജീവിക്കും. ഇപ്പൊ പലയിടത്തും കള്ളന്മാരൊക്കെ കയറുന്നു, പല പല പ്രശ്നങ്ങളാണ്, സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളൊക്കെ. അപ്പൊ 24/7 ഹെൽപ്പ് ലൈൻ സെന്ററുകൾ സ്ഥാപിക്കും. എന്നും ഒരു നിരീക്ഷണത്തിലായിരിക്കും എന്റെ ഡിവിഷൻ. അവിടെ രാഷ്ട്രീയമില്ല, ജാതിമതമില്ല, വർണ്ണഭേദമില്ല, ലിംഗഭേദമില്ല. എല്ലാവരും തുല്യരായിട്ടാണ് ഞാൻ കാണുന്നുള്ളൂ. അതിനിപ്പോ ആരെന്നോട് സഹായം ചോദിച്ചാലും എന്റെ നാട്ടിലെ നാട്ടുകാരാണ്, എന്റെ ഡിവിഷനിലെ ആളുകളാണ്. അങ്ങനെ ഞാൻ കാണൂ. തെരഞ്ഞെടുപ്പിൽ കരുത്താവുക, ഈ പറഞ്ഞതുപോലെ ട്രാൻസ്ജെൻഡർ കോൺഗ്രസിന്റെ ആളായിരുന്നു, KSUവിന്റെ ഭാരവാഹിത്വമുണ്ട്, അങ്ങനെ അതൊക്കെ ഒരു തെരഞ്ഞെടുപ്പ് മത്സര രംഗത്ത് ഒരു കരുത്തായിരിക്കും. തീർച്ചയായിട്ടും. ഞാനൊരു ഇടതുപക്ഷത്തു നിന്ന് വന്ന ഒരാളാണ്. ഞാൻ 3ാം ക്ലാസ് മുതലേ സംഘടനാ രാഷ്ട്രീയത്തിലൂടെ വന്ന ആളാണ്. CPIMന്റെയും ഇടതുപക്ഷത്തിന്റെയും നെറികേടിനെയും നാണംകെട്ട ഭരണത്തിനെതിരെ ശബ്ദിച്ച ഒരാളാണ്. CPMന്റെ ആലപ്പുഴ ജില്ലയിലെ കഞ്ഞിക്കുഴി ഏരിയ കമ്മിറ്റിയുടെ കീഴിലുള്ള ഉത്തരപ്പള്ളി CPM ബ്രാഞ്ച് കമ്മിറ്റി അംഗമായിരുന്നു കേരളത്തിലെ ട്രാൻസ്ജെൻഡർ എന്ന നിലയിൽ. അതിനു മുമ്പ് SFIയുടെ കഞ്ഞിക്കുഴി ഏരിയ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. മഹിളാ അസോസിയേഷന്റെ ഏരിയ കമ്മിറ്റിയിലുണ്ടായിരുന്നു. DYFIയുടെ കമ്മിറ്റിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇടതുപക്ഷ ട്രാൻസ്ജെൻഡർ സംഘടനയുടെ സംസ്ഥാന നേതാവായിരുന്നു. ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള തട്ടിൽ CPIMന്റെയും LDFന്റെയും ഭാഗമായി പ്രവർത്തിച്ചിട്ട് ചേർത്ത് പിടിക്കലുകൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പോലും ചേർത്ത് പിടിക്കലുകളൊന്നുമല്ല, വെറുതെ പാവകളെ പോലെ കെട്ടിയിറക്കുന്നു. ഈ നവോത്ഥാനം പറയുന്ന പിണറായി വിജയനും LDFന്റെ ഇവരൊക്കെ, ഈ നേതാക്കന്മാരൊക്കെ ഒരു ട്രാൻസ്ജെൻഡറിനെ അവർക്ക് മത്സരിപ്പിച്ചുകൂടായിരുന്നോ? എന്തുകൊണ്ട് ചെയ്യുന്നില്ല? ഇത്രയും സ്ത്രീകൾക്കും വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കും ഈ പ്രായമുള്ളവർക്കും ഒക്കെ സീറ്റ് കൊടുക്കുമ്പോൾ എന്തുകൊണ്ട് ഒരു ട്രാൻസ്ജെൻഡറിന് സീറ്റ് കൊടുത്തില്ല? അപ്പൊ അത് ചെയ്തതും ആരാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അപ്പൊ മാറ്റമാണ് പ്രസ്ഥാനം കാണുന്നത്. ഇവിടെ KC വേണുഗോപാല നേതാവ്, രമേശ് ചെന്നിത്തല, നമ്മുടെ KPCC പ്രസിഡന്റ്, പ്രതിപക്ഷ നേതാവ്, എല്ലാവരും ഞങ്ങൾ ഒരുപോലെ സംരക്ഷിക്കുകയും സപ്പോർട്ട് ചെയ്യും. ഏറ്റവും കൂടുതൽ ആലപ്പുഴയുടെ MP KC വേണുഗോപാല ഒത്തിരി സഹായിക്കുന്നുണ്ട് നേതാവ്. അതുപോലെ എല്ലാവരും, നേതാക്കന്മാരെല്ലാവരും, ആലപ്പുഴയിലുള്ള നേതാക്കന്മാർ മുഴുവൻ പേരും പൂർണ്ണ സംരക്ഷണത്തിലാണ് ഞങ്ങൾ പോകുന്നത്. തെരഞ്ഞെടുപ്പ് ഒരു വലിയ പ്രക്രിയയാണ്. ഒത്തിരി ആളുകൾ വിളിക്കുന്നുണ്ട്. ഞാൻ ഇന്നവിടെ പോയപ്പോൾ പോലും അവിടുത്തെ നാട്ടുകാർ വളരെ സ്നേഹത്തോടെയാണ് എന്നോട് സംവദിച്ചതും സംസാരിച്ചതുമല്ല. അപ്പൊ ഇതൊരു പ്രചോദനമാണ്. ചരിത്രം കുറിക്കണം. ചരിത്രം കുറിക്കുന്ന ഈ സഹപ്രവർത്തക മത്സരിക്കുമ്പോൾ എങ്ങനെയാണ് കരുത്തായിട്ട് കൂടെ ഉണ്ടാവുക? പിന്നെ തീർച്ചയായിട്ടും വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങളെ പോലുള്ള മനുഷ്യരെയും ഇതുപോലെ ചേർത്ത് പിടിക്കാൻ പാർട്ടി, നമ്മുടെ പ്രസ്ഥാനം നമ്മുടെ കൂടെ നിന്നതിലൊക്കെ വളരെയധികം സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ഞാൻ അരുണിമയോടൊപ്പം പ്രവർത്തിക്കും. അച്ഛനും എന്താ പറയാനുള്ളത്? ഞാൻ ഇതുപോലെ തന്നെ പ്രവർത്തിക്കും. എന്നുവെച്ചാൽ ഇപ്പൊ നമുക്കറിയാവുന്ന കക്ഷികളാണ് അവിടെ മുഴുവനുള്ളത്, പിന്നെ കോൺഗ്രസില്ല. അപ്പൊ ഞാൻ CPIക്കാരനായിരുന്നു. CPIയിൽ നിന്ന് ഞാൻ പോയി, ഇപ്പൊ ഒരു പാർട്ടിയിലും ഇല്ല. അപ്പൊ അവിടെ ആകുമ്പോഴത്തേക്ക് പിന്നെ എനിക്ക് അറിയാവുന്ന ഒരുപാട് കക്ഷികളുണ്ട്. എന്റെ ഈ പറയുന്നത് പോലെ ചരിത്രം കുറിക്കാൻ ആലപ്പുഴ വയലാർ ഡിവിഷനിൽ അരുണിമ മത്സര രംഗത്തേക്ക് ഇറങ്ങുകയാണ്. ചരിത്രം രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടായിരിക്കും എന്നുള്ളതാണ് അരുണിമ പറഞ്ഞു വെക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് സജിത് കുമാറിനൊപ്പം റിപ്പോർട്ടർ ശരത് SSN, റിപ്പോർട്ടർ ആലപ്പുഴ.